നമസ്കാരം. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ ₹1 പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. അയ്യോ, എൻ്റെ കയ്യിൽ പൈസയില്ല, കേന്ദ്രം ഞെക്കിപ്പിഴിഞ്ഞു കൊല്ലുന്നേ, പണം തരുന്നില്ല എന്നുള്ള സ്ഥിരം ഡയലോഗുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി. അധികാരത്തിൽ വന്നാൽ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുമെന്നും KSRTC അതായത് നമ്മുടെ ആനവണ്ടിക്ക് വച്ചടി കയറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വഞ്ചിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് അവസാനം പൊതുജനത്തിന് ഒരു വില പോലും കൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം. 6 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്ന് സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും കുറച്ച് വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ CPM എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി കിറ്റ് എന്ന തന്ത്രം ഇറക്കിയതുപോലെ ഇലക്ഷൻ സമയത്ത് ക്ഷേമ പെൻഷൻ നൽകി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഈ മാസം 25,000 സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണം ഏതാണ്ട് 7,000 കോടി രൂപയെങ്കിലും. ഇതെല്ലാം എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാന ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അറിയില്ല. പുള്ളി ആകാശത്ത് നോക്കിയിരിക്കുകയാണ്. അത് പിന്നെ മുഖ്യമന്ത്രിയെ കാണാമെന്ന് വെച്ചാൽ പുള്ളി ചില്ലാകാൻ വേണ്ടി കുടുംബസമേതം അങ്ങ് വിദേശത്താണ്. എന്ന് വരും നീ എന്ന് വരുമെന്ന് പുള്ളിയുടെ ഡ്രൈവർക്കും പാർട്ടി സെക്രട്ടറിക്ക് പോലും അറിയില്ല. മാധ്യമങ്ങളോട് ചോദിക്കുക എന്നുള്ള സ്ഥിരം ഡയലോഗുകളാണ് AKG ഭവനിൽ നിന്നും കേട്ടത്. 3 വർഷമായി സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക മുടങ്ങിക്കിടക്കുകയാണ്. KSRTC ജീവനക്കാരുടെ നടുവൊടിച്ച് അവരെ പട്ടിണിക്കിട്ട് മുഖ്യനും മറ്റു മന്ത്രിമാരും നവകേരളം എന്ന ഒരു പ്രയോജനമില്ലാത്ത ഒരു പരിപാടി അറേഞ്ച് ചെയ്തു. എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി ടൂറൊക്കെ പോകുമ്പോൾ ടൂറൊക്കെ പോയി അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രയോജനവുമില്ല. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കും അറിയില്ല, പാർട്ടി സെക്രട്ടറിക്കും അറിയില്ല, മറ്റു മന്ത്രിമാർക്കും അറിയില്ല. ജനങ്ങളുടെ ചിലവിൽ ഒരു ടൂർ. മന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാൽ എനിക്ക് എന്തെന്ന മട്ടിലാണ് മുഖ്യനും കൂട്ടരും. ഭരണത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന 1.60 ലക്ഷം കോടി രൂപ പൊതുകടം ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയിൽ എത്തിച്ചു. നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നശിപ്പിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്. പുള്ളിയുടെ പേര് തോമസ് ഐസക് എന്നാണ്. മുൻ ധനകാര്യമന്ത്രിയാണ്. പുള്ളി ഇപ്പോൾ പത്തനംതിട്ടയെ സിംഗപ്പൂരോ അമേരിക്കയോ റഷ്യയോ ഒക്കെ ആക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയെ അമേരിക്ക റഷ്യ ആക്കി തരാമെന്ന മട്ടിലാണ് പുള്ളി ഇപ്പോൾ MP ആയിട്ട് വോട്ടൊക്കെ ചോദിച്ചു നിൽക്കുന്നത്. അവിടെയും കേന്ദ്രം കടം തരുന്നില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. കേന്ദ്രം കടം തരുന്നില്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ചെന്ന് സമരവും നടത്തി സുപ്രീം കോടതിയിൽ കേസും കൊടുത്ത് അവിടുന്ന് സുപ്രീം കോടതി കടക്ക് പുറത്തെന്ന് പറഞ്ഞ് വെറുതെ കേന്ദ്ര സർക്കാരിനെ ദേഷ്യവും പിടിപ്പിച്ച് ഇപ്പോൾ പണവും കിട്ടാതായി, ഒന്നും കിട്ടാതായി. ആയിരക്കണക്കിന് കിലോ സ്വർണമാണ് നമ്മുടെ കേരളത്തിൽ ഓരോ വർഷവും കടത്തുന്നത്. പിടികൂടുന്നതാകട്ടെ അതിന്റെ 2-3% മാത്രം. ഭരണകൂടം മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നതാണോ അതോ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്നതാണോ എന്നറിയില്ല. നമ്മുടെ CAG റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിരിച്ചെടുക്കാനുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ CAG റിപ്പോർട്ട് പ്രകാരം 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിരിച്ചെടുക്കാനുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കും അറിയില്ല. കേരളത്തിലെ ആർക്കും ഒരു ബിസിനസ്സും തുടങ്ങാൻ കഴിയില്ല. കാരണം തുടങ്ങിയാൽ അവിടെ CPM നേതാക്കൾക്ക് കൈക്കൂലി കൊടുക്കണം. പാർട്ടി ഓഫീസിൽ 500-ന്റെ നോട്ട് കെട്ടുകൾ കൊണ്ട് മാസപ്പടിയായി കൊടുക്കണം. അതുകൊണ്ട് ആരും തുടങ്ങാനുള്ള റിസ്ക് എടുക്കില്ല. GST വന്നതിൽ പിന്നെ രാജ്യത്തിന്റെ നികുതി വരുമാനം ഇരട്ടിക്കിരട്ടിയായി കുത്തിനെ ഉയർന്നു. അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം വർദ്ധിച്ചു. പക്ഷെ കേരളത്തിന് മാത്രം നാമമാത്രമായ നികുതി വർധനമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അവർ നികുതി പിരിക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിക്കുന്നില്ല. മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും ഗുജറാത്തിനും UPക്കും മധ്യപ്രദേശിനും കർണാടകയ്ക്കും എല്ലാം വലിയ GST നികുതിയുണ്ട്. അതായത് 15 മുതൽ 26% വരെ GST വളർച്ച അവർ നേടി. കേരളത്തിൻ്റെത് 10-ൽ താഴെ മാത്രമാണ്. ഇവിടെ പ്രശ്നം കൃത്യമായി നികുതി പിരിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല എന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നികുതി വെട്ടിപ്പും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ ബില്ല് ചോദിച്ചാൽ അവർ തരില്ല. കൊടുത്തില്ലെങ്കിൽ ആരും ചോദിക്കാനും പോകുന്നില്ല. 2 തരം ബില്ലുണ്ടെന്ന് കടക്കാർ തന്നെ പറയും. അത് നമ്മൾ വൈകിയാണ് മനസ്സിലായത്. GST ബില്ലുമുണ്ട്, GST ബില്ല് ഇല്ലാതെയുണ്ട്. ഇത് കടക്കാർ ചോദിക്കും ഏത് ബില്ല് വേണമെന്നുള്ളത്.
നമ്മുടെ മുഖ്യമന്ത്രി എവിടെ പോയാലും അവിടെയൊക്കെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. ഇന്തോനേഷ്യയിൽ പോയി അവിടെ വെള്ളപ്പൊക്കവും ഭൂകമ്പമായിട്ട് ഒരു പരിധി കിടക്കുക. ദുബായിൽ പോയി അവിടെ കനത്ത മഴയും വെള്ളപ്പൊക്കവും. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങി പണിയെടുത്ത് ജീവിക്കേണ്ടതാണ്. അല്ലാതെ ശരീരം അനങ്ങാതെ ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് പണവും വാങ്ങിച്ച് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കടക്ക് പുറത്തെന്ന് പറയാൻ ഇനി അധികം നാൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. അതോടെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ CPM എന്ന പാർട്ടി ഇല്ലാതാകും. അതുമാത്രമല്ല, CPMന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്ന പേര് ജനമനസ്സുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യും.